ഹലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. മാക്സിമം നിങ്ങളും ഇത് ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ ആരും തന്നെ സീരിയസ് ആയി എടുക്കാത്തതാണ്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഏത് മരുന്ന് ഇപ്പോൾ സിറപ്പ് ആവട്ടെ, ടാബ്ലറ്റ് ആവട്ടെ, ക്യാപ്സ്യൂൾ ആവട്ടെ, സാഷി ആവട്ടെ, എന്തെങ്കിലും നിറവ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പിന്നെ തുടർന്ന് കഴിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. എവിടെയാണെന്നാണോ നിങ്ങൾ മേടിച്ചത് അല്ലെങ്കിൽ എവിടേക്കാണോ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാമിന് അത്രമാത്രം അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ മാം അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയാൻ മനസ്സിലാ, അതായത് വെർട്ടിൻ 8mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിൻ ടാബ്ലറ്റ് തലകറക്കത്തിന് മറ്റു പല കാര്യങ്ങൾക്കായിട്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളതാണ്. മാത്രമല്ല അത് പിന്നെ ആബട്ട് എന്ന കമ്പനിയുടെ അത്യാവശ്യം നല്ല നിലവാരമുള്ള കമ്പനിയുടെ മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇതൊന്നും സംശയിക്കുക പോലുമില്ല. അപ്പോൾ മാത്രമല്ല ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ആരും തന്നെ അത് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്നാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലിരിക്കുന്നത് ജൂൺ 24 ഡേറ്റിനുള്ളതാണ്. അതിൻ്റെ ബാച്ച് എന്ന് പറയുന്നത് RBI A24002 എന്ന ബാച്ചാണ്. ഈ ബാച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിനുള്ളത് കിട്ടിയപ്പോഴാണ് മാമിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ ആ മാം കഴിക്കുന്ന ഒരു ഗുളികയായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളൊരു ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2024. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് മേടിക്കുമ്പോൾ ജൂൺ 24 കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് അത്രമാത്രം ആഴത്തിലൊന്നും നമ്മൾ ആ ടാബ്ലറ്റിലേക്ക് നോക്കില്ല. നമ്മൾ ടാബ്ലറ്റ് കവർ പൊട്ടിക്കുന്നു, കഴിക്കുന്നു, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് നോക്കുന്നൊന്നുമില്ല. അപ്പോൾ മാം അതുപോലെ കഴിച്ചു. പക്ഷെ കഴിച്ചപ്പോൾ വയറിന് എന്തോ ഒരു സാധാരണയിൽ കവിഞ്ഞൊരു പ്രശ്നം. അപ്പോൾ അടുപ്പിച്ച് 3 ദിവസം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ദിവസം നല്ല പ്രശ്നമായി. അപ്പോൾ ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പം അതിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ കാണുന്നുണ്ട്. ചെറിയ കുഞ്ഞ് ബ്ലാക്ക് സ്പോട്ട് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിലല്ലാത്ത അതിന് മുന്നേ ഉള്ള ബാച്ചാണ് പിന്നെ കിട്ടിയത്. മീൻസ് ബാച്ച് എന്ന് വെച്ചാൽ ആ ഡേറ്റ് ഇപ്പം ജൂൺ 24 പ്രസൻറ്റ് ഡേറ്റ്. അതിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന് മുന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 24. അപ്പോൾ ആ ഫെബ്രുവരിയിലെ ഡേറ്റിലെ ടാബ്ലറ്റ് വാങ്ങി നോക്കിപ്പോയി സാറ് മേടിച്ച് മാഡത്തിന് കൊടുത്തപ്പം ആ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ വയറിന് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡേഞ്ചർ അല്ലേ എന്നുള്ളതല്ല, ഡേഞ്ചറാണ്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മരുന്നാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാച്ചിന് പ്രോബ്ലം ധാരാളം ഉണ്ടാവുന്നുണ്ട്, ഒത്തിരി ബാച്ച് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ പ്രോബ്ലംസ് വരാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു സംഭവമാണ്. നമ്മളെ പല തരത്തിലും അത് ബാധിച്ചേക്കാം. മരുന്ന് അലർജി ആയിട്ടുള്ള എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവൻ തന്നെ പോയിട്ടുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? മരുന്ന് റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്, വളരെ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തന്നെ അതുവരെ ഉണ്ടായിരിക്കില്ല. പിന്നെ അടുത്തത് പുതിയത് മേടിച്ച് കഴിഞ്ഞിട്ട് അത് കഴിച്ചിട്ട് വലിയ പ്രശ്നങ്ങളായ കേസുകളുണ്ട് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പേർക്കും ഇതിൻ്റെ ഒരു അറിവില്ല എന്നുള്ളതാണ്. അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കളർ ചേഞ്ചൊക്കെ കണ്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടാലും നിങ്ങളത് പുറത്ത് പറയില്ല. ചിലപ്പോൾ നിങ്ങളതങ്ങ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. പക്ഷെ നിങ്ങളെന്താ നെക്സ്റ്റ് അതിനെന്താ മരുന്ന് എന്ന് ചിന്തിക്കുന്നവരാണ്. അതിനുള്ള മരുന്ന് മേടിച്ചു. ഇപ്പം മാമിനാണ് വയറിന് പ്രശ്നം വന്നു, വയറിൻ്റെ പ്രശ്നത്തിലുള്ള മരുന്ന് മേടിച്ച് കഴിച്ചാൽ അത് അവിടെ കഴിയും. അപ്പം അങ്ങനെ. പക്ഷേ അതിൻ്റെ ഡേഞ്ചർ വളരെ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണോ ഏതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യാനുള്ളത്. ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. മരുന്ന് കഴിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മരുന്നാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ബോട്ടിൽ കൃത്യമായി ചെക്ക് ചെയ്യണം. അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങളുടെ മരുന്ന് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പൊട്ടിക്കും, തുറക്കും, ഒഴിച്ച് കൊടുക്കും. വ്യക്തമായി അത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, കുറവായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോയെന്നല്ല. അപ്പം ഇതിന് മുന്നേ ഒരു മരുന്ന് ഞാൻ ഇതുപോലെ സെയിലിനെടുത്തപ്പോൾ വെറുതെ ഒന്ന് തുറന്ന ആ ബോട്ടിൽ, എനിക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാൽ കൂടി ഞാൻ ആ ബോക്സ് മാറ്റി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പാർട്ടിക്കിൾസ് കണ്ടു. അതിനകത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അതാണ്
ഞാൻ പറയുന്ന മരുന്നുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെയധികം. വേറൊന്നും പോലെ നിങ്ങൾക്കൊരു കോസ്മെറ്റിക്സോ ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ എന്ത് സാധനം നിങ്ങൾ മേടിച്ചോ എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല, എന്ത് പറ്റിയാലും നമുക്കത് ജീവൻ അപകടത്തിലാവണ സംഭവമല്ല. പക്ഷേ ജീവൻ അപകടത്തിലാവണ മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 101% വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധിച്ച് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. എടുത്ത് ടാബ്ലറ്റ് ആണെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് എന്താണെങ്കിലും കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്കിന്നിലാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താണെങ്കിലും. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നോക്കാം. ഓക്കെ, ശരി.